ഹലോ ഓൾ, വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BEd സെക്കൻഡ് സെമസ്റ്ററിലെ അസസ്മെൻറ്റ് പേപ്പറിലെ യൂണിറ്റ് 3 ആണ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. ഇതിലെ കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, ടെസ്റ്റിംഗ്, അനക്ഡോക്ടൽ റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ടെസ്റ്റ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്. അതാണ് ഫസ്റ്റത്തെ ആ ഒരു ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് റുബ്രിക്സ് ഒരു മെയിൻ ഏരിയ ആയിട്ട് വരുന്നുണ്ട്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ദെൻ അസസ്മെൻറ്റ് ടൂൾസ് ഫോർ അഫക്റ്റീവ് ഡൊമൈൻ, ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്, മോട്ടിവേഷണൽ സ്കെയിൽസ്, ഇൻട്രസ്റ്റ് ഇൻവെൻറ്ററി. നാലാമത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, പ്രിൻസിപ്പിൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഈച്ച് ടൈപ്പ് ഓഫ് ഐറ്റം. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. നമ്മൾ നിത്യേന കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ വാക്കുകളാണല്ലേ ടൂൾസ്, ടെക്നിക്സ് എന്നൊക്കെ. നമ്മൾ മെക്കാനിക്കലി കേട്ടിട്ടുള്ള വാക്കുകളാണല്ലേ ടൂൾസ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം. നമുക്കൊരു ക്ലാസ് റൂമിൽ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്താണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ആസ് എ ടീച്ചർ നമുക്കിത് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ടൂൾസ് ഫോർ അസസ്മെൻറ്റ്. എന്താണ് ടൂൾ? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. യെസ്, ദ വേർഡ് ടൂൾസ് ലിറ്ററലി മീൻസ് ഇംപ്ലിമെൻറ്റ് ഫോർ മെക്കാനിക്കൽ ഓപ്പറേഷൻ. മെക്കാനിക്കലൊക്കെ ആയിട്ടാണല്ലേ നമ്മൾ ടൂൾസ് എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുള്ളത്. സോ അതിൻ്റെ ലിറ്ററൽ മീൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ഫോർ മെക്കാനിക്കൽ ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷേ എഡ്യൂക്കേഷൻ അസസ്മെൻറ്റിൽ വരുമ്പം, നമ്മുടെ ക്ലാസ് റൂം അസസ്മെൻറ്റിൽ വരുമ്പം ടൂൾസ് എന്ന് പറയുന്നത്, ടൂൾ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു കളക്ട് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ ടൂൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. ടൂൾസ് ആർ ജനറലി ടെസ്റ്റ് വിച്ച് പ്രിപ്പയർഡ് ബൈ ടീച്ചർ ഓർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ടൂൾസ് എന്ന് പറയുന്നത് ടെസ്റ്റാണ്. പല തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ ടൂൾസ് ആയിട്ട് പറയുന്നത്. സോ ഈ ടൂൾസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ടീച്ചർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആവുന്നതാണ്. ഈ ടെസ്റ്റൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാവുന്നതാണ്. അതൊക്കെയാണ് ടൂൾസിനെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടത്. സോ അസസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് ഈ പറയുന്നതൊക്കെ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, കുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ക്വസ്റ്റ്യനെയർ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് നടത്തുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന, ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്, ടെക്നിക്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ഈ ടൂൾസൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ കേൾക്കാത്തവരായിട്ടുണ്ടോ? സോ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിനു മുമ്പ് എന്താണ് ടെക്നിക്സ് എന്ന് കൂടി നമുക്ക് നോക്കാം. ടെക്നിക്സ് ഫോർ അസസ്മെൻറ്റ്. Techniques refers to the process of assessment with systematic and scientific procedure to collect relevant information. ടൂൾസ് എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടീച്ചർ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, അതിനെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞത്. സോ ടെക്നിക്സ് എന്താണ്? ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ സിസ്റ്റമാറ്റിക്കായി നടത്തുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ നടത്തുന്ന ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതും ആ ഒരു ക്ലാസ് റൂമിൽ ആ സ്റ്റുഡൻസിൻ്റെ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ടെക്നിക് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ടൂൾസ് ഫോർ മെഷറിംഗ് ഗ്രോത്ത് ഇൻ പെർട്ടിക്കുലർ ഔട്ട്കംസ് ഓഫ് ലേണിംഗ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ആ ലേണിങ്ങിലുള്ള അവരുടെ ഔട്ട്കം അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്താണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ടൂൾസ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന മേജർ ടെക്നിക്സ് എന്ന് പറയുന്നത്? ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, ടെസ്റ്റിംഗ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ് റൂം അസസ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായി പഠിക്കുകയാണ് കേട്ടോ. സോ ശ്രദ്ധിച്ചിരിക്കുക,
ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ടെക്നിക്സിനെ പറ്റിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ടൂൾസ് കുറേ അധികം പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ടെക്നിക്സ് ആകുമ്പോൾ കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് ആദ്യം തന്നെ തീർക്കാം. സോ ടെക്നിക്സ് ഒരു ക്ലാസ് റൂം ബേസിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. സോ അത് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ, ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ അവരുടെ അച്ചീവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റത്തെ ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. Observation is the process in which information is collected by direct observation without asking the respondent. കുട്ടിയുടെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ കുട്ടിയുടെ അറിവില്ലാതെ ടീച്ചർ കുട്ടിയുടെ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇങ്ങനൊരു ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയാണ് ഇവിടെ ആ ടീച്ചർ ആ കുട്ടിയെ പറ്റിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിലായിരിക്കും കേട്ടോ നടക്കുന്നത്. അതായത് കുട്ടിയുടെ അറിവില്ലാതെയായിരിക്കും ടീച്ചർ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ കുട്ടിയിൽ നടക്കുന്നത്. ഇവിടെ ഒരു കീൻ ഒബ്സർവേഷനാണ് കേട്ടോ ടീച്ചർ നടത്തുന്നത്. സോ ഇൻ ഒബ്സർവേഷൻ ടീച്ചർ ഒബ്സർവ്സ് ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻറ്റ്. കുട്ടിയുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ്, അല്ല കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് ഇടപഴകുന്നത്, കുട്ടിയുടെ ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് ആ സ്റ്റുഡൻറ്റ് ഇടപഴകുന്നത്, അതുപോലെ ഓരോ ലൈഫ് സിറ്റുവേഷൻ വരുമ്പം ആ കുട്ടി എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്, ഒരു പ്രതിസന്ധി വരുമ്പം ആ കുട്ടി എങ്ങനെയാണ് അതിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ടീച്ചർ ആ കുട്ടിയുടെ അറിവില്ലാതെ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയാണ്, ആ ഒരു പ്രോസസ്സാണ് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. In observation process, teacher observe what is occurring in the real life situation of the students and record that happening according to some planned scheme. അതായത് ടീച്ചർ കുട്ടിയുടെ അറിവില്ലാതെയാണ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ടീച്ചർ ഈ ഡയറക്റ്റ് ഒബ്സർവേഷൻ നടക്കുന്നത് ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലായിരിക്കും. അതേപോലെ ടീച്ചർക്ക് എന്താണ് മനസ്സിലായത് അത് ടീച്ചർ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു വെക്കുക കൂടി വേണം. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ്, വാലിഡ് ആൻഡ് റിലയബിൾ. ആ ടീച്ചർക്ക് തോന്നുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ അക്യുറേറ്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, അതേപോലെ റിലയബിൾ ആയിരിക്കണം. ആ ടീച്ചർക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ട് ആ ടീച്ചർ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് ഓരോ കാര്യങ്ങൾ അല്ല അല്ലേ. സോ ആ ടീച്ചർ അക്യുറേറ്റ് ആയിട്ട്, വാലിഡായിട്ട്, റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. സോ ഇതൊക്കെ നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ്റെ സമയത്ത് ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി പർപ്പസീവ്, സിസ്റ്റമാറ്റിക്, കെയർഫുള്ളി ഫോക്കസ്ഡ് ആൻഡ് തറോലി റെക്കോർഡഡ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അതേപോലെ കെയർഫുള്ളായിട്ട് നമ്മൾ എന്തെങ്കിലും തോന്നുന്ന രീതിയിൽ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കുട്ടിയുടെ ഒബ്സർവ് ചെയ്തു, ആ സമയത്ത് കുട്ടി ആ ഒരു പെരുമാറ്റമാണ് നടത്തിയെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ ഒരു ദിവസം ഒരു കുട്ടിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആ കുട്ടി ദിവസവും നേരത്തെ വരുന്ന, ക്ലാസ്സിൽ നേരത്തെ എത്തുന്നൊരു കുട്ടിയാണ്. പക്ഷേ ആ ടീച്ചർ നോക്കുന്ന ആ ദിവസം ആ കുട്ടി ലേറ്റായി, ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലേറ്റായി. അത് കണ്ട് ടീച്ചർ മനസ്സിൽ വിചാരിക്കുക, ദിവസം ഈ കുട്ടി ഇങ്ങനെ ലേറ്റായിട്ട് വരുന്ന കുട്ടിയാണ്. സോ അതവിടെ ടീച്ചർ റെക്കോർഡ് ചെയ്ത് വെച്ചു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല അല്ലേ. ടീച്ചർ 2-3 തവണ കുട്ടിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഒരു 2-3 ദിവസമെങ്കിലും അടുപ്പിച്ച് ടീച്ചർ നോക്കണം. അങ്ങനെ തന്നെയാണോ ദിവസം ആ കുട്ടി ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു ദിവസം, ആ ഒരു പെർട്ടിക്കുലർ ഡേ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ കുട്ടി ക്ലാസ്സിൽ ലേറ്റായിട്ട് എത്തിയത്? ഇതൊക്കെ ടീച്ചർ ശ്രദ്ധിക്കണം. സോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ മാത്രം നോക്കിയിട്ട് ടീച്ചർ ഒരിക്കലും ആ കുട്ടിയെ വിലയിരുത്താൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ടീച്ചർ ഒബ്സർവേഷൻ നടത്തണമെങ്കിൽ അത് പേർപ്പസീവ് ആയിരിക്കണം, അതേപോലെ ടീച്ചർ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം അത് നടത്തേണ്ടത്, അതേപോലെ കെയർഫുള്ളായിട്ട് ടീച്ചർ ഫോക്കസ് ചെയ്യണം. ആ നോക്കുന്ന കുട്ടിയെ, ആ നോക്കുന്ന സ്റ്റുഡൻറ്റിനെ കെയർഫുള്ളായിട്ട് ടീച്ചർ ഒബ്സർവ് ചെയ്യണം. ദെൻ തറോലി റെക്കോർഡഡ്. ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അതേപോലെ നല്ല വാലിഡായിട്ട്, അക്യുറേറ്റ് ആയിട്ട്, റിലയബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക കൂടി വേണം. ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ആ ടെക്നിക്ക്. ഇനി നമുക്ക് ഒബ്സർവേഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഓരോന്നിലും 2 സബ് ടൈപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. പാർട്ടിസിപ്പൻറ്റ് ഓർ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. മൂന്നാമത്തേതാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഓർ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഇങ്ങനെ 3 ടൈപ്പായിട്ട് വരുന്നുണ്ട്. 3ലും 2 വീതം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. When the observer participates with the activities of the group under study, it is known as participant observation.
അതായത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം ഒബ്സർവർ, അതായത് ടീച്ചർ ആയിരിക്കുമല്ലോ ഒബ്സർവ് ചെയ്യുന്നത്. ടീച്ചർ ആ കുട്ടികളുടെ കൂടെ ആ കൊടുക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ ടീച്ചർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. ആ സമയത്ത് ടീച്ചർ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ഒബ്സർവർ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നടത്തുന്ന ആ ഒരു ഒബ്സർവേഷനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവർ പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസോടൊപ്പം തന്നെ ടീച്ചറും ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്സർവറും ഉണ്ടാവും ആ ഒരു ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത്. രണ്ടാമത്തേതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. വെൻ ദ ഒബ്സർവർ ഡസ് നോട്ട് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് ബട്ട് സിംപ്ലി ഒബ്സർവ്സ് ദം ഫ്രം എ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് നോൺ ആസ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഒബ്സർവർ ഇവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആ ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക. ആ ഒരു മെത്തേഡാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ഒബ്സർവർ ഡസൻറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് വിത്ത് ദ സ്റ്റുഡൻസ്. ഓക്കെ, അതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് ഒബ്സർവേഷൻ. 3 ടൈപ്പ് ആണെന്ന് പറഞ്ഞു. പാർട്ടിസിപ്പൻ്റ് ഓർ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തേത് കൺട്രോൾഡ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. മൂന്നാമത്തേത് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ ഓർ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? When the observation takes place according to definite pre-arranged plans involving experimental procedures, then it is termed as controlled observation. അതായത് ആ ഒരു ഒബ്സർവേഷൻ്റെ സമയത്ത് അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും. ആ ഒരു ഡെഫിനിറ്റ് പേർപ്പസിനനുസരിച്ച് ടീച്ചർ നേരത്തെ തന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ അവിടെ എന്താണ് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ നടത്തേണ്ടത് എന്നൊക്കെ ടീച്ചർ നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. സോ അവിടെ ഒരു കൺട്രോൾ സിറ്റുവേഷൻ ആണല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിൽ നിന്നിട്ടായിരിക്കും ടീച്ചർ ഒബ്സർവേഷൻ നടത്തുന്നത്. നേരത്തെ തന്നെ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ടൈപ്പാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. If the observation takes place in the natural setting, it may be termed as uncontrolled observation. The activities are performed in their usual course without being influenced or guided by any external forces. നമ്മൾ പറഞ്ഞല്ലേ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിൽ നിന്ന് നടത്തുന്ന ഒരു ഒബ്സർവേഷനാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നാച്ചുറൽ സെറ്റിങ്ങിൽ ഒരു പ്രീ പ്ലാൻഡ് ഒന്നും ഇല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഗൈഡൻസോ അങ്ങനെ ഒന്നും ഇല്ലാതെ അവിടെ നടക്കുന്ന ആ ഒരു ഒബ്സർവേഷൻ, അതിനെയാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ്സ്. Activities are performed without guidance of any external force. മൂന്നാമത്തെ ടൈപ്പാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഓർ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ആദ്യം നമുക്ക് എന്താണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ നോക്കാം. The observation is characterized by a careful definition of the units to be observed, the style of recording the observed information, standardized conditions of observation, and the selection of pertinent data of observation. Then the observation is called as structured observation. So എന്താണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? യെസ്, അവിടെ ഒരു കൃത്യമായിട്ടുള്ള പേർപ്പസ് ഉണ്ടല്ലേ ഒബ്സർവേഷൻ നടത്തുന്നതിന്. അതേപോലെ ആ ഒരു ഒബ്സർവേഷൻ നടത്തുന്നതിന് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതേപോലെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു പേർപ്പസിനനുസരിച്ചായിരിക്കും ടീച്ചറുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ഡാറ്റയാണ് ടീച്ചർക്ക് കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഒബ്സർവേഷനാണ് നടത്തേണ്ടത്, ഇതിനൊക്കെ കൃത്യമായ ഒരു ധാരണയുണ്ടാകും ഈ ഒരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ്റെ സമയത്ത്. So here observation is characterized by style of recording, standardized condition and selection of pertinent data. Then finally unstructured observation. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, കൃത്യമായ ധാരണയുണ്ടാകും എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് ടീച്ചർ റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടീച്ചർ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കും ടീച്ചർ നോക്കുന്ന ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതേപോലെ ടീച്ചർ ഫോളോ ചെയ്യുന്ന ടേംസ് കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നതായിരിക്കും. സോ ഇതൊന്നുമില്ലാതെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സോ അങ്ങനെ ഒന്നും ഇല്ലാതെ ടീച്ചർ ഡയറക്റ്റായിട്ട് വിതൗട്ട് എനി എബവ് ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചർ നടത്തുന്ന ആ ഒരു ഒബ്സർവേഷൻ ടൈപ്പിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഒബ്സർവേഷൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. സോ എല്ലാത്തിനും അതിൻ്റേതായ മെറിറ്റ്സ് ഉണ്ടാവും, ഡിമെറിറ്റ്സ് ഉണ്ടാവും അല്ലേ. എന്തൊക്കെയാണ് ഒരു ഒബ്സർവേഷൻ ആ ഒരു ടെക്നിക്കിൻ്റെ മെറിറ്റായിട്ട് പറയാൻ പറ്റുക? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എവറി സിറ്റുവേഷൻ.
ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണല്ലേ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ടുള്ള, കൺസൈസ് ആയിട്ടുള്ള, കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കണം ടീച്ചർ നടത്തേണ്ടത്. അതൊരു മെറിറ്റ് ആണല്ലേ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ചിൽഡ്രൻ ഓഫ് ഓൾ ഏജ്. ഏത് തരത്തിലുള്ള ചിൽഡ്രനിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിലായാലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഒരു മെറിറ്റ് ആയിട്ട് പറയാം. ദെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെസ്പോണ്ടൻറ്റ് വില്ലിങ്സ് ടു റെസ്പോണ്ട്. അതായത് ഇവിടെ റെസ്പോണ്ടൻറ്റിൻ്റെ, സ്റ്റുഡൻസിൻ്റെ യാതൊരു വില്ലിങ്നെസ് ആവശ്യമില്ല, നമുക്ക് അവരുടെ അറിവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. സോ അതും ഒരു മെറിറ്റ് ആയിട്ട് പറയാം. ദെൻ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഈസ് റിലേറ്റഡ് ടു വാട്ട് ഈസ് കറൻ്റ്ലി ഹാപ്പനിങ്. ആ സമയത്ത്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒബ്സർവ് ചെയ്യുന്ന ആ ടൈമിൽ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു മെറിറ്റ് ആണ്. എന്തൊക്കെയാണ് ഡീമെറിറ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. എക്സ്പെൻസീവും ആണ്, അതേപോലെ കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്. ദെൻ ദർ ഇസ് എ ഗ്രേറ്റ് സ്കോപ്പ് ഫോർ പേഴ്സണൽ പ്രിജുഡൈസ് ആൻഡ് ബയാസസ് ഓഫ് ദ ഒബ്സർവർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആ ഒരു ടീച്ചർക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ടീച്ചറുടെ മനസ്സിൽ എന്താണുള്ളത് ആ കുട്ടിയെ പറ്റി അത് എഴുതി വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പക്ഷേ അങ്ങനെ നടത്തുന്നവരും ഉണ്ട്. അതൊരു ഡീമെറിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ പ്രിജുഡൈസ് അല്ലെങ്കിൽ ബയാസ് എന്ന് പറയുന്നത് ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാം ടീച്ചറുടെ, ഒബ്സർവറുടെ. ദെൻ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഈസ് വെരി ലിമിറ്റഡ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ദെൻ സംടൈംസ് അൺഫോർസീൻ ഫാക്ടേഴ്സ് മേ ബി ഇൻ്റർഫിയർ വിത്ത് ദ ഒബ്സർവേഷണൽ ടാസ്ക്. നമുക്ക് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും ആ ഒരു ഒബ്സർവേഷണൽ ടാസ്കിൽ, ആ ഒരു സമയത്ത്, ഒബ്സർവേഷൻ്റെ സമയത്ത് ഉണ്ടായിന്ന് വരാം. സോ അതും ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റത്തെ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, ഒബ്സർവേഷൻ. ടെക്നിക്സ് ഫോർ അസസ്മെൻറ്റ്. ക്ലാസ് റൂമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചു, ഒബ്സർവേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 തരത്തിലുള്ള 3 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് പറഞ്ഞു, ഡീമെറിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്, സെൽഫ് റിപ്പോർട്ടിംഗ്. The self-report provides valuable evidence concerning the students' perceptions of themselves and how they want others to view them. ക്ലാസ് റൂം അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ടെക്നിക്കാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഹിയർ ദ സ്റ്റുഡൻസ്, കുട്ടികൾ തന്നെയാണ് അവരെ പറ്റിയിട്ട് സെൽഫായിട്ട് റിപ്പോർട്ട് ചെയ്യണം അല്ലേ. സോ ഹിയർ ദ സ്റ്റുഡൻസ് അവരെ പറ്റിയിട്ട് തന്നെ ഇൻഫർമേഷൻ, അവരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ്, ആ ഒരു പ്രോസസ്സാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ എങ്ങനെയാണ് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് എന്നെ മറ്റുള്ളവർ കാണേണ്ടത് എന്നുകൂടി ഈ ഒരു സെൽഫ് റിപ്പോർട്ടിങ്ങിൽ ഉൾപ്പെടുത്താം. സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൽ നിന്ന് നേരിട്ട്, ഡയറക്റ്റായിട്ട് അവരിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു ഇൻഫർമേഷൻ നേടുന്ന ആ ഒരു പ്രോസസ്സാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നിക്ക്. ഫോർ എക്സാമ്പിൾ, മാറ്റേഴ്സ് റിലേറ്റഡ് ടു സ്റ്റുഡൻസ് പേഴ്സണൽ ലൈഫ് ഓർ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഫ്രം ഹിം. അതായത് സ്റ്റുഡൻസിനെ പറ്റിയിട്ട്, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടോ ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Self-report techniques are useful for understanding students better and guiding their learning, development and adjustment. കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലേണിങ്ങിൻ്റെ ഒരു ഗ്രോത്ത് എത്രയാണ്, അല്ലെങ്കിൽ ആ കുട്ടി എത്രത്തോളം അഡ്ജസ്റ്റഡ് ആണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് റിപ്പോർട്ട് ഇൻക്ലൂഡിംഗ് റിപ്പോർട്ട് ഓൺ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ ഫീലിംഗ്സ് എക്സെട്ര. അതായത് ഇവിടെ നമുക്ക് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, കുട്ടിയുടെ പേഴ്സണൽ ഫീലിംഗ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഹെൽപ്പ് ടീച്ചേഴ്സ് ടു മേക്ക് ഗുഡ് റിലേഷൻ വിത്ത് ദെയർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് സാധിക്കും. The effective use of self-reporting techniques assumes that the respondent is both willing and able to report accurately. നമ്മൾ നേരത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്ക് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഒരു വില്ലിങ്നെസ്സിൻ്റെ ആവശ്യമില്ലാന്ന്. പക്ഷേ ഇവിടെ എന്താണ്, സെൽഫ് റിപ്പോർട്ടിംഗ് സമയത്ത് ബോത്ത് ടീച്ചേഴ്സിൻ്റെയും അതേപോലെ സ്റ്റുഡൻസിൻ്റെയും അവരുടെ രണ്ടാളുടെ വില്ലിങ്നെസ് ഈ ഒരു ടെക്നിക്കിൽ ആവശ്യമാണ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ബെറ്റർ. ഓരോ കുട്ടിയെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്സിലൂടെ സാധിക്കും അല്ലേ. നമുക്കറിയാം, ആദ്യമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ വരുമ്പോൾ നമ്മളെ പറ്റി എഴുതാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനോ, നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചിട്ട് കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പറയലുണ്ടല്ലേ. സോ ഇതൊക്കെ ഒരു തരത്തിലുള്ള സെൽഫ് റിപ്പോർട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഗൈഡിങ് സ്റ്റുഡൻസ് ലേണിംഗ്, ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് ആർ പേഴ്സണൽ ഇൻ്റർവ്യൂ, personality inventory,
ടൂൾ, അതായത് ക്വസ്റ്റ്യനെയർ. ഇത് മൂന്നെണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. So first one, personal interview. This is the oldest and the best known method of obtaining information directly from an individual. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ നടത്തുന്ന ആ ഒരു ഇൻ്റർവ്യൂ അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് വേ ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. എന്താണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചേർഡ് വേ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത്? യെസ്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഉണ്ടാവും. അതായിരിക്കും ഇവിടെ ആ ഇൻ്റർവ്യൂവിനോട് ചോദിക്കുന്നത്. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറൊന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. സോ അതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുക? യെസ്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ എന്താണ്? Interviewers can clarify questions and can provide opportunity to clarify and expand the answers of the interviewees. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ആ ഒരു ഇൻ്റർവ്യൂവറിന് കൃത്യമായിട്ട് തൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ആ ഒരു ഇൻ്റർവ്യൂയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആൻസർ എന്താണ്, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ എന്താണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടല്ലേ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ. സോ അത് ഒരു മെറിറ്റായിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. Then interviewers can closely observe interviewees, noting the amount of feeling attached to their answers. ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ നമുക്കിവിടെ നടക്കുന്നുണ്ടല്ലേ. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ഇൻ്റർവ്യൂവറിന് കറക്റ്റായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിനെ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. എത്രത്തോളം ജെന്യുവിൻ ആയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു ആൻസേഴ്സ് തരുന്നത്. ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണല്ലേ അവിടെ ഉള്ളത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. Then it make possibility not only collecting information but also sharing information with interviewees. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ആ ഒരു ഇൻ്റർവ്യൂയുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇൻഫർമേഷൻസ് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നല്ല സമയം ആവശ്യമുണ്ടല്ലേ. ഒരു നല്ലൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തണമെങ്കിൽ നല്ല ടൈം ആവശ്യമുണ്ട്. സോ അതാണ് ഒരു ഫസ്റ്റത്തെ ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. ദെൻ the information gained is not standard from one person to another. ഈ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നില്ല അല്ലേ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. ദെൻ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻ്റർവ്യൂ ഡിപ്പെൻഡ്സ് ഗ്രേറ്റ്ലി അപ്പോൺ ദ സ്കിൽസ് ഓഫ് ദ ഇൻ്റർവ്യൂവർ. അതായത് ആ ഇൻ്റർവ്യൂവറിൻ്റെ സ്കിൽസ് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ആ സ്കിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സക്സസ് അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത്. സോ നമ്മുടെ ഇൻ്റർവ്യൂവർ അങ്ങനെ സ്കിൽഡ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ഡ്രോബാക്കാണ്. ദെൻ ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഡേഞ്ചർ ഓഫ് സബ്ജക്റ്റിവിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവറുടെ ഭാഗത്ത് ഒരു സബ്ജക്റ്റിവിറ്റി ടോക്കിന് ഒരു ചാൻസ് ഉണ്ടല്ലേ. സോ ഇതൊക്കെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കാണ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത്. Inventories are called self-report techniques because an individual himself judges his own personality. ഇൻവെൻട്രീസിനെ തന്നെ സെൽഫ് റിപ്പോർട്ട് ടെക്നിക്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് റിപ്പോർട്ട് ടെക്നിക്സ് ആണെന്ന് പറയുന്നത്? ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് അവൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി സ്വയം ഒന്ന് ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് ആണെന്ന് പറയാം. It provides information about the inner characteristics or traits of personality. സോ ഈ ഒരു പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. സോ പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വലുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they all tell us about an individual's feelings about himself, his feeling of self-confidence, anxiety, etc. ഒരാൾക്ക് അയാളുടെ ട്രീറ്റ് എന്താണ് അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് സ്വയം ഒരു ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ഒരു അവസരമാണ് അല്ലേ ഈ പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിലൂടെ കിട്ടുന്നത്. സോ ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് ഈ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്നൊക്കെ പറയുന്നത് യൂഷ്വലി ഒരു ക്വസ്റ്റ്യനെയർ ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് ആണ് ടൂൾസ്, അതായത് ക്വസ്റ്റ്യനെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ടു സം പെർട്ടിക്കുലർ ഏരിയ ഓഫ് ബിഹേവിയർ അഡ്മിനിസ്ട്രേഡ് ആൻഡ് സ്കോർഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്.
അതായത് മുന്നേ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ച് പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് ആ കുട്ടിയെ പറ്റിയിട്ട് എന്ത് കാര്യമാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഏത് തരത്തിലുള്ള ബിഹേവിയർ, ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് അറിയേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യമേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്യും, അതായത് നടത്തും. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞ ഒരു ടൂൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് റിട്ടൺ ഇന്റർവ്യൂ ദാറ്റ് എനേബിൾസ് ദ കളക്ഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ക്വിക്ക്ലി ആൻഡ് പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സമ്മറി ഓഫ് ദി ഡാറ്റ കളക്റ്റഡ്. ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയാണ്. കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനാണ് അയാളെ പറ്റിയിട്ട് കിട്ടുന്നത്. അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ദെൻ ക്വസ്റ്റ്യനേഴ്സ് ആർ ഓൾസോ കോൾഡ് സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ്. ദേ ആർ യൂസ്ഡ് ടു മെഷർ സ്റ്റുഡൻസ് പാസ്റ്റ് എക്സ്പീരിയൻസസ്, പ്രസൻറ്റ് ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ആ ഒരു ടൂള് ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മൂന്നാമത്തെ സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ, ആ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുക? ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ടൂൾ ഫോർ ഗ്യാദറിംഗ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഒരാളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ possible to cover various aspects of a broad problem or several problems. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം മനസ്സിലാക്കാൻ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെയായാലും നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഇൻ ദ അപ്രോച്ച് ടു ദ പ്രോബ്ലംസ് ആൻഡ് കളക്ടിങ് ഓഫ് റെസ്പോൺസസ്. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഡാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും. ഇതൊക്കെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ആ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ എന്താണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുകയാണല്ലേ. സോ ആ ഒരു ഇൻഡിവിജ്വലിന് ആ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് കൃത്യമായ ഒരു ധാരണ ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൻസേഴ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല അല്ലേ, അത് ചിലപ്പോൾ ഫേക്ക് ആവാം. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ റീകളക്ഷൻസ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ് മേ ബി ഇൻആക്യുറേറ്റ് ആൻഡ് സെൽഫ് പെർസെപ്ഷൻസ് ബയാസ്ഡ്. നമ്മൾ കൊടുക്കുന്ന ആ ക്വസ്റ്റ്യൻസിനൊക്കെ കൃത്യമായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ആ പാസ്റ്റ് ഈവൻറ്റ്സ് ഒക്കെ റീകളക്ട് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം അല്ലേ. പക്ഷെ ആ സമയത്ത് പേഴ്സണൽ ബയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ആ ഇൻഡിവിജ്വലിന്, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുമോ? ഇല്ല അല്ലേ. അതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പിന്നീട് വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇൻആഡിക്വേറ്റ് കവറേജ്, മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റെസ്പോണ്ടൻസ്. ഇതൊക്കെ പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ ഇൻവെൻട്രിയും കണ്ടു, അതേപോലെ ക്വസ്റ്റ്യനെയറും കണ്ടു. രണ്ടും നമ്മൾ പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യനെയർ ടൈപ്പ് ആണെന്നല്ലേ. സോ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നോക്കണ്ടേ? ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഇൻവെൻട്രി. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താ? അത് രണ്ടും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ക്വസ്റ്റ്യനെയർ ആൻഡ് ഇൻവെൻട്രി. അത് നമുക്ക് ക്വസ്റ്റ്യനെയറിൻ്റെ കാര്യം നോക്കാം. It's a general device can be used to collect all kinds of information. Inventory ആണെങ്കിൽ it is specially designed to seek answers about the person and his personality. രണ്ടും നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനെയർ ടൈപ്പ് ആണെന്ന്. പക്ഷേ എന്താണ് രണ്ടിൻ്റെ വ്യത്യാസം? ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇൻവെൻട്രി എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ, ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും പേഴ്സണാലിറ്റി ട്രേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻസ് ആർ അഡ്രസ് ടു ദ സെക്കൻഡ് പേഴ്സൺ. ക്വസ്റ്റ്യനെയറിൽ സെക്കൻഡ് പേഴ്സൺ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഡു യു ഓഫൺ ഫീൽ ലോൺലി, അങ്ങനെയൊക്കെ. നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾക്ക്, അതായത് സെക്കൻഡ് പേഴ്സണെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവുക. പക്ഷേ ഇൻവെൻട്രിയിൽ അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ക്വസ്റ്റ്യൻസ് ആർ അഡ്രസ് ടു ദ ഫസ്റ്റ് പേഴ്സൺ. എനിക്ക് എപ്പോഴും തനിച്ചാവുന്നത് പോലെ തോന്നാറുണ്ട്. ഐ ഓഫൺ ഫീൽ ലോൺലി. അങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയറിലാണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നാറുണ്ടോ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇൻവെൻട്രിയിലാവുമ്പം എനിക്ക് ഇങ്ങനെയാണ് തോന്നാറ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ തോന്നാറ്. അതാണ് ഇൻവെൻട്രി. ദെൻ ക്വസ്റ്റ്യനെയർ ആവുമ്പം വി ക്യാൻ കളക്ട് ദ റെസ്പോണ്ടൻസ് ഫാമിലി ഡാറ്റ, ഹെൽത്ത് ഡാറ്റ, സ്പെഷ്യൽ സ്കൂൾ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് വൊക്കേഷണൽ പ്ലാൻസ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്.
അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഫോമാറ്റിൽ നമുക്ക് ആ ഇൻഡിവിജ്വലിൻ്റെ ഫാമിലി ഡാറ്റയും ഹെൽത്ത് ഡാറ്റ, സ്പെഷ്യൽ സ്കൂൾ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡാറ്റയും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെയറിലൂടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇൻവെൻട്രിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് റെസ്പോണ്ടൻസിൻ്റെ ഇൻട്രസ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ഫീലിങ്സ് ആൻഡ് അതർ പേഴ്സണൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ടെക്നിക്കിലൂടെ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ചെക്ക് ലിസ്റ്റ്. ക്വസ്റ്റ്യനെയർ ആകുമ്പം ക്വസ്റ്റ്യൻസ് ടൈപ്പാണ്, പക്ഷേ ഇൻവെൻട്രി ആകുമ്പം ഒന്നില്ലെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻസ് ഫോമാറ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോമാറ്റും ആവാം. ദെൻ ക്വസ്റ്റ്യനെയറിൽ വരുമ്പം ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ടൈപ്പ് ഓർ ബോത്ത്. ഒന്നില്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ആവാം. പക്ഷേ ഇൻവെൻട്രി ആകുമ്പം ഒന്നില്ലെങ്കിൽ അത് സ്ട്രക്ചേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇൻവെൻട്രി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ക്വസ്റ്റ്യനെയറും ഇൻവെൻട്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ഡാറ്റയും കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ഡിവൈസ് അല്ലെങ്കിൽ ജനറൽ ടെക്നിക്കായിട്ട് പറയാം. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഏതെങ്കിലും ഒരു ട്രെയ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ട് ടെക്നിക്കാണ് ഇവിടെ പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് ഒബ്സർവേഷൻ, രണ്ടാമത്തേത് സെൽഫ് റിപ്പോർട്ടിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടെക്നിക്കാണ് കേട്ടോ. ടെസ്റ്റിംഗ് ആണ് മൂന്നാമത്തെ ടെക്നിക്ക്. ടെസ്റ്റിംഗ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി വേസ് ടു അസസ് സംതിങ്. എന്തെങ്കിലും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു വേ ആണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്തെങ്കിലും ഒരു വേയിലൂടെ നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ. സോ ടെസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൗ മച്ച് ഓഫ് ദ assigned materials students are mastering, how well students are learning the materials, and how well the students are meeting the stated goals and objectives. നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ മെറ്റീരിയൽ കുട്ടിക്ക് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കുട്ടി അതിൽ എത്രത്തോളം മാസ്റ്ററായി. ദെൻ ഹൗ വെൽ സ്റ്റുഡൻസ് ആർ ലേണിംഗ് ദ മെറ്റീരിയൽസ്, കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ പഠിക്കുന്നത്, അതേപോലെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഗോൾസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കുട്ടി മീറ്റ് ചെയ്തോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് മെഷേഴ്സ് ദ ലെവൽ ഓഫ് സ്കിൽസ് ഓർ നോളജ് ദാറ്റ് ഹാസ് ബീൻ റീച്ച്ഡ്. എത്രത്തോളം കുട്ടി ആ ഒരു ലെവൽ ഓഫ് സ്കിൽസ് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടിയിൽ എത്രത്തോളം നോളജ് ഉണ്ടായി കഴിഞ്ഞു, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇൻ ടെസ്റ്റിംഗ്, പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് ഈസ് അസസ്ഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ടൂൾസ്. ഇവിടെ നമ്മൾ കുറേ അധികം ടൂൾസ് യൂസ് ചെയ്ത്, അതായത് ടെസ്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് കുട്ടിയിൽ എത്രത്തോളം ഈ പെർഫോമൻസ് ഒക്കെ കുട്ടി അച്ചീവ് ചെയ്തെന്നുണ്ട് നമ്മൾ അസസ് ചെയ്യുന്നത്. സോ ഇതാണ് ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിങ്ങിന് കുറേ മെറിറ്റ്സ് ഉണ്ട്, അതേപോലെ ഡീമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് ടെസ്റ്റിംഗ്. They are used to determine the achievement level and progress level of pupils. കുട്ടികൾ എത്രത്തോളം അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടികൾ എത്രത്തോളം പ്രോഗ്രസ്ഡ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ഒരു ടൂളാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് മെറിറ്റായിട്ട് നമുക്ക് പറയാം. അങ്ങനെ നമുക്കൊരു ടൂൾ ഉണ്ടല്ലോ അല്ലേ. സോ അതൊരു മെറിറ്റാണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഡാറ്റ ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. നമുക്കറിയാം അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഉണ്ട് അല്ലേ. ഇത് രണ്ടും എന്തിനുള്ളതെന്നറിയോ? യെസ്, ഇതൊക്കെ ടൂൾസാണ്. നമ്മൾ ക്ലാസ് റൂം അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, വരുന്നുണ്ട്. അതൊക്കെ ടൂൾസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഞാൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അതുപോലെ ഡയഗ്നോസ്റ്റിക് പർപ്പസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. സോ ഈ ഒരു ഡാറ്റ, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ഡാറ്റ നമുക്ക് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്താണ്? യെസ്, കുട്ടിക്ക് എവിടെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ എവിടെയാണ് കുട്ടിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേ ചൂസ് ചെയ്യാവുന്നതാണ്. സോ അതും ഇതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിലൂടെ സാധിക്കും. അത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ടാലൻറ്റഡ് ആൻഡ് സ്ലോ ലേണേഴ്സ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതൊക്കെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതേപോലെ സ്ലോ ലേണേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിലൂടെ നമുക്ക് പറ്റും.
ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ടീച്ചിങ് ലേണിംഗ് ടെക്നിക്സ്. ടീച്ചിങ് ലേണിംഗ് ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിലൂടെ സാധിക്കും. ദേ ആർ ഒബ്ജക്റ്റീവ്. ദെൻ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ദേ ആർ എക്കണോമിക്കൽ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. ഇവിടെ നമുക്ക് കുറച്ച് ടൈമേ ആവശ്യമുള്ളൂ, അപ്പം ടൈം കൺസ്യൂമിങ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ അതൊരു മെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദേ ആക്ട് ആസ് എ മീൻസ് ഓഫ് കമ്പയറിങ് ഇൻഡിവിജ്വൽസ്. ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിലൂടെ നമുക്ക് കുട്ടികളെ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഇതിൻ്റെ ഒരു മെറിറ്റാണ് കേട്ടോ. Then it helps to determine the extent to which instructional objectives have been achieved. ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്സിൻ്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ ഈ പറയുന്നത്. അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റിംഗ്. ഇനി നമുക്കതിൻ്റെ ഡിമെറിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ മെനി ടെസ്റ്റ് മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൻ ടു മെഷർ വെർബൽ എബിലിറ്റീസ്. നമ്മൾ പറഞ്ഞു കുറേ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ക്ലാസ്സിൽ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറേ ടെസ്റ്റിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടിയുടെ വെർബൽ എബിലിറ്റീസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ദെൻ ദ റിസൾട്ട്സ് ഓഫ് ദ ടെസ്റ്റ് മേ ടെൻ ടു ഇൻവാലിഡേറ്റ് ഡ്യൂ ടു ഇൻഡിഫറൻസ്, ലാക്ക് ഓഫ് അറ്റൻഷൻ, ലോ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ലോ മോട്ടിവേഷൻ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ ഈ ടെസ്റ്റിലൂടെ നടത്തുന്ന ഈ ഒരു ഡാറ്റ അത് ചിലപ്പം ഇൻവാലിഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ടീച്ചർ എന്തിനാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നതെന്ന്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതേപോലെ കുട്ടിക്ക് അതിനനുസരിച്ചുള്ളൊരു മോട്ടിവേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പറയണമല്ലേ, നമ്മൾ ഇന്ന പേർപ്പസിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യമേ നമ്മൾ കുട്ടിയിൽ ഒരു മോട്ടിവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ ഇല്ലാതിരിക്കുമ്പം അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് അറ്റൻഷൻ വരുമ്പം അല്ലെങ്കിൽ ഒരു ഇൻഡിഫറൻസ് ഒക്കെ വരുമ്പം നമുക്ക് ഈ കിട്ടിയ ഡാറ്റ അല്ലെങ്കിൽ ഈ കിട്ടിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പം ഇൻവാലിഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. അടുത്തതാണ് ഓൾ ട്രെയ്റ്റ്സ് ഓർ ബിഹേവിയർ കനോട്ട് ബി മെഷേർഡ്. എല്ലാ തരത്തിലുള്ള ട്രെയ്റ്റ് കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറോ നമുക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ദെൻ ദ ടെസ്റ്റി കനോട്ട് ഫോളോ ദ ഡയറക്ഷൻ ഓഫ് ദ ടെസ്റ്റർ. ഹൂസ് ദ ടെസ്റ്റി ഹിയർ? യെസ്, ടെസ്റ്റി എന്ന് പറയുന്നത് ആ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. സ്റ്റുഡൻറ്റിന് ഇവിടെ ആ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ലോ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ ദ കേസ് ഓഫ് സം പ്യൂപ്പിൾസ്. ചില കുട്ടികളൊക്കെ മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്താൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലേ. സോ അങ്ങനെ വരുമ്പം നമുക്ക് കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ വാലിഡ് ആയിരിക്കില്ല, അതേപോലെ റിലയബിൾ ആയിരിക്കില്ല. അതും ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ കണ്ടീഷൻസ് സച്ച് എസ് സോഷ്യോ കൾച്ചറൽ ഓർ എൻവയൺമെൻറ്റൽ മേ ഇൻഫ്ലുവൻസ് അൺഡ്യൂലി ഓൺ ദ സ്റ്റുഡൻസ്. കുട്ടിയുടെ ആ സോഷ്യോ കൾച്ചറൽ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ചുറ്റുപാട് അതൊക്കെ കുട്ടിയുടെ ആ ഒരു ടെസ്റ്റിനെ ബാധിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ഇതും അതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ഇതൊക്കെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ടെക്നിക്കിൻ്റെ ഡിമെറിറ്റ്സും അതേപോലെ മെറിറ്റ്സും. മൂന്നാമത്തെ ടെക്നിക്ക് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇതൊക്കെയാണ് ടെസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടെക്നിക്കിലേക്ക് പോകാം. അടുത്ത നാലാമത്തെ ടെക്നിക്കാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി നമുക്ക് ചെയ്യാനുണ്ടല്ലേ. ഒരു കുട്ടിയെ എടുത്ത് നമ്മൾ അവനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് എ സിംഗിൾ ചൈൽഡ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി ഈസ് ദ കേസ് സ്റ്റഡി മെത്തേഡ്. ഒരു കുട്ടിയെ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ് ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. മോസ്റ്റ് റിലയബിൾ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് അത്രയും വിശ്വസിക്കാം ഈ ഒരു കേസ് സ്റ്റഡീനെ. കേസ് സ്റ്റഡി ഈസ് ദ ടെക്നിക് ഓഫ് കളക്ടിങ് all sorts of necessary information about a child with a view to studying and solving his deep-rooted problems. ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവന് ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് അസസ്മെൻറ്റിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. In this method, the teacher collects data relating to the individual's socio-economic status, familial conditions, study habits, health, mental condition, etc. ഇവിടെ ടീച്ചർ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസ്, അതായത് സോഷ്യലി കുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി കുട്ടിയുടെ സ്റ്റാറ്റസ് എന്താണ്, കുട്ടിയുടെ അതേപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കുട്ടിയുടെ സ്റ്റഡി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, കുട്ടിയുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, അതേപോലെ പേഴ്സണൽ കാര്യങ്ങൾ, മെൻ്റൽ കണ്ടീഷൻസ്, ഇതൊക്കെ ടീച്ചർ ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഡാറ്റ ടീച്ചർ ഇവിടെ കളക്ട് ചെയ്യും.
എവറി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഈസ് റെഗുലർലി റെക്കോർഡ്. കിട്ടിയ എല്ലാ ഡാറ്റയും അതേപോലെ ടീച്ചർ കൃത്യമായിട്ട് വാലിഡായിട്ട് അക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. Case study attempts to synthesize and interpret the data collected from several sources using various methods in order to study the problems of the child. എന്തിനാണ് ടീച്ചർ ഇങ്ങനെ ഓൾ സോർട്സ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഒരു സിംഗിൾ ചൈൽഡിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നത്. It helps the teacher to deal more effectively with his pupils, especially with the backward, maladjusted and gifted. ഇതിലൂടെ ടീച്ചർക്ക് ഒരു കുട്ടിയെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അവൻ്റെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, അവൻ പഠിക്കാൻ എങ്ങനെയാണ്, ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ സ്ലോ ലേണർ ആണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരു കുട്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കിലൂടെ സാധിക്കും. ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഒരു കേസ് സ്റ്റഡി നടത്തുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതൊന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദെൻ കേസ് സ്റ്റഡി ഹിസ്റ്ററി ഔട്ട്ലൈൻ, അതായത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു കേസ് സ്റ്റഡി നടത്തുമ്പം, ഒരു സിംഗിൾ ചൈൽഡിൻ്റെ കേസ് സ്റ്റഡി നടത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനൊക്കെയാണ് നമ്മളിവിടെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ആദ്യം ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് ഇവിടെ നമുക്ക് നെയിം ഓഫ് ദ ചൈൽഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ക്ലാസ്, ഡിവിഷൻ, സെക്സ്, റിലീജിയൻ, നെയിം ഓഫ് ദ സ്കൂൾ, അതേപോലെ നെയിം ഓഫ് ദ ഫാദർ, ഒക്യുപ്പേഷൻ, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്കിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ദെൻ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇൻ സ്കൂൾ ആൻഡ് ഔട്ട് സ്കൂൾ. ഇൻ സ്കൂൾ എന്ന് പറയുമ്പം കുട്ടിയുടെ സ്കോളസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടിയുടെ കണ്ടക്ട്, ഹെൽത്ത്, ഇമോഷണൽ, അറ്റൻഡൻസ്, ഈ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതേപോലെ ഔട്ട് സ്കൂൾ എന്ന് പറയുമ്പം ഡെലിക്വൻസി, റീക്രിയേഷണൽ നീഡ്സ്, ഹോം കണ്ടീഷൻസ്, ഇതൊക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അടുത്തതാണ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫാദേഴ്സ് ഏജ്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ സ്റ്റാറ്റസ്, ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഫാമിലി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫാദറിൻ്റെ, മദറിൻ്റെ, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, എത്ര സിബ്ലിങ്സ് ഉണ്ട്, അതേപോലെ ആ കുട്ടിയുടെ ഹോം ഫിസിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ദെൻ ഡിസിപ്ലിൻസ് ഓഫ് ദ ഹോം, ഹോമിലെ ഡിസിപ്ലിൻ എങ്ങനെയാണ് ആ ഫാമിലി കൺട്രോൾ ചെയ്ത് വെക്കുന്നത്, പാരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫാമിലി ഹിസ്റ്ററിയുടെ ഭാഗത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അടുത്തതാണ് സ്കൂൾ ഹിസ്റ്ററി. ഇവിടെ നമ്മൾ കുട്ടിയുടെ സ്കൂളിലെ അറ്റൻഡൻസ്, അതേപോലെ ഏജ് ഓഫ് എൻട്രിങ് സ്കൂള്, ചൈൽഡ്സ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് സ്കൂൾ, ടുവേർഡ്സ് ടീച്ചേഴ്സ്, ടുവേർഡ്സ് സബ്ജക്റ്റ് ആൻഡ് ഹിസ് സ്റ്റേറ്റസ് ഇൻ ഹിസ് ക്ലാസ്, അങ്ങനെ സ്കൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കുട്ടി കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നുണ്ടോ, ദെൻ കുട്ടിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതെങ്കിലും ഉണ്ടോ, ഇതിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും നമ്മളിവിടെ സ്കൂൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അടുത്തതാണ് ഹെൽത്ത് ഹിസ്റ്ററി. ഹെൽത്ത് ഹിസ്റ്ററി എന്ന് പറയുമ്പം കുട്ടിയുടെ ജനറൽ ഹെൽത്ത് എങ്ങനെയാണ്, അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡിഫക്ട്സ് ഉണ്ടോ, അതേപോലെ സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടോ, ഹിയറിംഗ് ഡിഫക്ട്സ് ഉണ്ടോ, കുട്ടിക്ക് അതേപോലെ ഇൽനെസ് ഉണ്ടോ, അതേപോലെ സീരിയസ് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെൽത്ത് ആൻഡ് ബോഡി, അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അടുത്തതാണ് സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് കോണ്ടാക്ട്സ്. കുട്ടിയുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതേപോലെ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, ഗാങ് അഫിലിയേഷൻസ് എങ്ങനെയാണ്, അതേപോലെ കുട്ടി ഷൈ ആണോ, ബോൾഡ് ആണോ, കാർഡ്ലി ആണോ, ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. അതേപോലെ കുട്ടിയുടെ കോണ്ടാക്ട്സ് എങ്ങനെയുള്ളതാണ് അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തതാണ് റീക്രിയേഷണൽ ഇൻട്രസ്റ്റ്. കുട്ടിയുടെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് എന്തൊക്കെയാണ്, കുട്ടിയുടെ ലെഷർ ടൈം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഹോബീസ് എന്താണ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതേപോലെ ഔട്ട് ബേസ്റ്റ് ഓഫ് റേഞ്ച് ആൻഡ് ഫിയേഴ്സ്, അതേപോലെ കുട്ടി അഗ്രസീവ് ആണോ, സബ്മിസീവ് ആണോ, ഹാപ്പി ആണോ, അൺഹാപ്പി ആണോ, അതേപോലെ ഫാൻറ്റസീസ് ആയിട്ടുള്ള ഒരു വേൾഡിലാണോ കുട്ടിയുള്ളത്, അതേപോലെ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെക്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിലാണ് കേട്ടോ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തതാണ് കോസസ് ഫോർ ഡീവിയൻറ്റ് ബിഹേവിയർ. കുട്ടിയുടെ ആ സമയത്ത് എന്തെങ്കിലും ഡീവിയൻറ്റ് ബിഹേവിയർ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അതുകൂടി നമ്മളിവിടെ
മെൻഷൻ ചെയ്യണം. അതായത് കുട്ടിയുടെ അൺഹെൽത്തി ഹോം എൻവയൺമെൻ്റ് ആണോ, അല്ലെങ്കിൽ കുട്ടിയുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണോ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഗിവൺ ബൈ ടീച്ചേഴ്സ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലാണോ കുട്ടിക്ക് അവിടെ ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കുട്ടി കാണിച്ചു തുടങ്ങിയത്, അതുകൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അറ്റ് ലാസ്റ്റ് റെമഡിയൽ വർക്ക് ആൻഡ് സജഷൻസ്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയല്ലേ ആ കുട്ടീനെ പറ്റിയിട്ട്. അതിൻ്റെ അവസാനം നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാൽ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മളവിടെ അതിൻ്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് അതിനൊരു പരിഹാരം, ഒരു പ്രോബ്ലം സോൾവിങ് കൂടി നമ്മളിവിടെ കണ്ടെത്തണം കേട്ടോ. എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊല്യൂഷൻ നമ്മളിവിടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് നല്ലൊരു സൊല്യൂഷൻ നമ്മളിവിടെ കൊടുക്കണം. ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ്, അല്ലെങ്കിൽ മോർ കെയർ ബൈ ടീച്ചേഴ്സ്, ചേഞ്ച് ഇൻ ദ പിയർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതർ റെമഡീസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള റെമഡിയൽ മെഷേഴ്സ് നമ്മളിവിടെ കൊടുത്തിരിക്കണം. ഇതാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡീൻ്റെ ഒരു ചുരുക്ക രൂപമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ടെക്നിക്കായിട്ട് പറയുന്നത്, ക്ലാസ് റൂം അസസ്മെൻറ്റ് ടെക്നിക്കായിട്ട് പറയുന്നത്. അടുത്തതാണ് സോഷ്യോമെട്രി. 5ാമത്തെ ടെക്നിക്കാണ് നമ്മൾ പഠിക്കുന്നത്, സോഷ്യോമെട്രി. സോഷ്യോമെട്രിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ സോഷ്യോമെട്രിയെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സോഷ്യോമെട്രി, അതേപോലെ എങ്ങനെയാണ് സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ള നല്ലൊരു ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക കേട്ടോ. സോഷ്യോമെട്രി ഈസ് എ മെത്തേഡ് ഡെവലപ്ഡ് ബൈ JL Moreno for assessing social relationship among members in a social group. സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത് JL Moreno ആണ്. നമ്മൾ എന്തിനാണ് ഈ സോഷ്യോമെട്രി എന്നുള്ള ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? യെസ്, അസസ്മെൻറ്റിനാണല്ലേ. കുറേ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് അസസിങ് ദ റിസെപ്റ്റീവ് ഓർ റിജക്റ്റീവ് ടെൻഡൻസീസ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ സോഷ്യൽ ഗ്രൂപ്പ്. ആ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി. എങ്ങനെയാണ് ഒരു സോഷ്യോമെട്രി ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. കിട്ടിയ ഡാറ്റയൊക്കെ വെച്ച് നമ്മളൊരു സോഷ്യോഗ്രാം ഒക്കെ വരയ്ക്കുമല്ലേ. എന്തിനാണ് നമ്മൾ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ സോഷ്യോഗ്രാം ഒക്കെ വരയ്ക്കുന്നത്? ഇതിലൂടെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിലെ, ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ സ്റ്റാർസ്, ക്ലിക്സ്, ഐസൊലേറ്റ്സ് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ആ സോഷ്യോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. സോഷ്യോമെട്രിയെ പറ്റി അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. എന്താണ് സോഷ്യോമെട്രി എന്നും അതേപോലെ എങ്ങനെയാണ് ഒരു സോഷ്യോമെട്രി കൺസ്ട്രക്ട് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, അത് കണ്ടു നോക്കിയാൽ മതി. ദെൻ 6ാമത്തെ ഒരു ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്? ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ക്ലാസ് റൂമിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ടെക്നിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല അല്ലേ. ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്സിലൂടെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല. A child who is an extreme introvert may be reluctant to express himself in an overt manner, and hence techniques like observation and interview may fail while studying most of his personality traits. ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആയ ഒരു കുട്ടിയെ ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൂടെയോ ഒന്നും ആ കുട്ടിയുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. സോ ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറച്ച് ടെക്നിക്സ് ആണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അബ്നോർമൽ കേസസ് ഹൂസ് ബിഹേവിയേഴ്സ് ആർ ഓഫൺ കൺട്രോൾഡ് ബൈ ദ അൺകോൺഷ്യസ് മൈൻഡ് ആർ എസ്പെഷ്യലി നോട്ട് സസ്പെക്റ്റബിൾ ടു സച്ച് ഡയറക്റ്റ് ടെക്നിക്സ്. നമുക്ക് ആ പറഞ്ഞ ഒബ്സർവേഷനിലൂടെ, ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ടിങ്ങിലൂടെ ഒന്നും പിടികിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊന്നും ആ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്സിലൂടെ ഒന്നും റിവീൽ ആവണമെന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മളിവിടെ ആ കുട്ടിയുടെ ഇന്നർ സെൽഫിൽ കിടക്കുന്ന, അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പ്രൊജക്റ്റീവ് ടെക്നിക്സിലൂടെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഷോ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇൻട്രോവേർട്ടായി കിടക്കുന്ന കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു പിക്ചർ കാണിച്ചിട്ട് കുട്ടിയോട് ആ ഒരു പിക്ചറിൽ നിന്ന് കുട്ടിക്ക് ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്.
ചിലപ്പോൾ ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് കുട്ടി തരുന്ന എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് അവൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ അവൻ്റെ ഫ്രസ്ട്രേഷൻസ് ആവാം. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. കുറേയധികം പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട് കേട്ടോ. ഒരു 2-3 പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. 1 വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയുമാണ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് 3 ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്നാണ് കേട്ടോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ടൂൾസ് പഠിക്കാനുണ്ട്, ടെക്നിക്സ് പഠിക്കാനുണ്ട്. ടെക്നിക്സ് ആണ് നമ്മളിവിടെ ആദ്യം പഠിച്ചത്. 6 ടെക്നിക്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, ടെസ്റ്റിംഗ്, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി ആൻഡ് ഫൈനലി പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അങ്ങനെ 6 ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൂൾസ് പഠിക്കാം കേട്ടോ. ടൂൾസ് കുറച്ചധികം പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് അടുത്ത ക്ലാസ് പഠിക്കാം. താങ്ക്